സ്വാഗത സുഹൃത്തുക്കളെ, ഞാനിന്നേ മധുരക്കിഴങ്ങ് പുഴുങ്ങാൻ പോവാ. നന്നായിട്ട് കഴുകിയൊക്കെ എടുത്തോണ്ട് വന്നതാ. ഇനി ഇതിന്റെ തൊലിയെല്ലാം ഒന്ന് പീല് ചെയ്യണം. ഇത് ഞാനേ വേറെ ഇതിന്റെ സ്കിന്നെല്ലാം കളഞ്ഞെടുത്തോണ്ട് ഒന്ന് വെച്ചിട്ടുണ്ട്. ഇതൊന്ന് കാണിക്കാൻ വേണ്ടി മാറ്റി വെച്ചതാണ് രണ്ടെണ്ണമേ. അപ്പൊ ഞാനിതൊന്ന് കാണിക്കാം. ഞാൻ ഇതുപോലെ ഇങ്ങനെ ഇതാകുമ്പം എളുപ്പമുണ്ടല്ലോ. മണ്ണൊക്കെ നന്നായി കഴുകി കളഞ്ഞിട്ട് ഇതുപോലെ പീല് ചെയ്തെടുത്തേച്ച് 1-2 പ്രാവശ്യം കൂടെ കഴുകി എടുത്താൽ മതി. ഇത് എളുപ്പമല്ലേ? നമുക്ക് വെള്ളമൊക്കെ തിളച്ചിരിക്കുക. പിന്നെ കറിയൊന്നും ഇല്ലെങ്കിലും ഇത് കഴിക്കാൻ നല്ലതല്ലേ. ഇത് നമുക്കിനി ചെറിയ കഷ്ണങ്ങളാക്കി എടുക്കാവേ. ഞാനിത് ആവിയിൽ പുഴുങ്ങി എടുക്കുന്നത് കേട്ടോ. ഇത്തിരി വെള്ളം ഒഴിച്ച് നന്നായിട്ട് കഴുകിയെടുക്കാവേ. ഒട്ടും മണ്ണില്ലാതെ നന്നായിട്ട് കഴുകിയതായിരുന്നേ. അല്ല, ഇത് ഞാൻ നേരത്തെ പീല് ചെയ്ത് കഷ്ണങ്ങളാക്കി കൊണ്ടുവന്നതാണേ. കണ്ടോ, ഞാനേ ആവിയിൽ പുഴുങ്ങി എടുക്കുന്നത്. ഇനി നമുക്ക് അടച്ചു വെക്കാം. നമ്മുടെ മധുരക്കിഴങ്ങും വേകുമ്പോഴത്തേക്കേ നമുക്ക് കാന്താരി ചമ്മന്തി ഉണ്ടാക്കാം. കണ്ടോ, കാന്താരിയൊക്കെ എടുത്ത് വെച്ചേക്കുക. നല്ല ഫ്രഷ് കാന്താരിയാണേ. ചുമന്നുള്ളി, ചെറിയ ഉള്ളി പൊളിച്ച് ഫ്രീസറിൽ വെച്ചിരുന്നത്, അതുകൊണ്ടാണ് കളർ വ്യത്യാസമേ. അപ്പം ഇത്തിരി ഉപ്പുകല്ലും കൂടി ഇട്ടിട്ട് നന്നായിട്ട് അരകല്ലെ കൊണ്ട് അരച്ചുകൊണ്ട് വരാം. ഇത്തിരി നാടൻ വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇത്തിരി അരയണ്ട, നമുക്ക് ഇത്തിരി വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കാം. കണ്ടോ, നന്നായിട്ട് ഇളക്കാവേ. ഇത്തിരിയും കൂടെ ഗ്രേവി വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത്തിരി വെള്ളം കൂടെ വേണമെങ്കിൽ ഒഴിച്ചു കൊടുക്കാം, അല്ല എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ഇതൊന്നും ഒഴിച്ചു കൊടുക്കുന്നില്ല, ഇത്രയും മതി. നമ്മുടെ മധുരക്കിഴങ്ങൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ടേ. നമുക്കിനി ഇത് ഈ ബൗളിലേക്ക് മാറ്റാം. തിളച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരു 10 മിനിറ്റ് പോലും വേണ്ട കേട്ടോ. കണ്ടോ, നല്ല അടിപൊളിയായിട്ട് വെന്തിട്ടുണ്ട് നമ്മുടെ മധുരക്കിഴങ്ങൊക്കെ. ഇനി നമ്മളെ കാന്താരി ചമ്മന്തിയും കൂട്ടി കഴിക്കാൻ പോവാം. നമ്മുടെ നല്ല ഫ്രഷ് കാന്താരി കല്ലിൽ അരച്ച് നാടൻ വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച കാന്താരി ചമ്മന്തിയും കൂട്ടി മധുരക്കിഴങ്ങൊന്ന് കഴിക്കാം. ഇത്ര സോഫ്റ്റ് ആയിട്ടാണ് വെന്തേക്കുന്നതെന്ന് നോക്കിയേ. കണ്ടോ, ഇനി കാന്താരി ചമ്മന്തി അങ്ങോട്ട് കൂട്ടി. കാണുമ്പോൾ തന്നെ വായിക്കൂടെ വെള്ളം വരും. അതിന്റെ മണവും കൂടെ അടിക്കുമ്പോൾ പറയുകയും വേണ്ട. സൂപ്പറാ സൂപ്പർ സൂപ്പറാ സൂപ്പറാ. അപ്പൊ അടുത്തൊരു അടിപൊളി വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.